ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിന്ന് കറി വയ്ക്കാൻ കിട്ടിയിട്ടുള്ളത് മാന്തളാണ്. മാന്തൾ എങ്ങനെ തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാന്തളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. എണ്ണയിൽ കിടന്നൊന്ന് വഴന്നതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ഇടത്തരം തക്കാളിയാണ്, ഒരു 4 എണ്ണം ചേർക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ തക്കാളി കൂടുതൽ ചേർത്താലും മതി. ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് സമയം കുക്കായിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, എരിവിന് ആവശ്യമായിട്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് തക്കാളിയിലൊന്ന് പിടിച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാം. എത്ര കറി വേണോ അത്യാവശ്യം തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് എത്ര കറി വേണോ അത്ര ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, വല്ലാണ്ട് ഇതായിപ്പോവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറി ഇപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് മാന്തൾ ചേർത്ത് കൊടുക്കാം. ചെറിയ മാന്തളായതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ മാന്തളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി മീൻ ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഒരുപാട് സമയം വേവിക്കേണ്ട, ഇത് ഉടഞ്ഞു പോവും ചെറിയ മാന്തളായതുകൊണ്ട്. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മാന്തക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേക്ക് കറി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ഈ മാന്തക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും.